സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കട്ടെ. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ നമ്മളുടെ വലിയ അനുഗ്രഹം, കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങളിലെല്ലാവരിലും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സ്നേഹം, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വലിയ സ്നേഹം, ആ സ്നേഹം നാം പൂർണ്ണമായിട്ട് അനുഭവിക്കുകയാണ്. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട്, അത് ഒരുക്കുവാൻ ഞാൻ പോകും, ഞാൻ പോയി സമയമാകുമ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന് ധനികനായ മനുഷ്യനോട്, വലിയ ധനികനായ മനുഷ്യനോട് ഈശോ ചോദിക്കുന്നുണ്ട്. അവനോട് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ പിന്നെ എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടമാകാതെ ഈ ലോകം നശ്വരമാണെന്ന് മനസ്സിലാക്കി ആത്മാവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച വലിയ സത്യവിശ്വാസികളാണ് രക്തസാക്ഷികൾ. സഭയിലെ രക്തസാക്ഷിത്വം ആരംഭം മുതലുണ്ടെന്ന് നമുക്കറിയാം. കാരണം യേശുവിൻ്റെ കുരിശിൽ പങ്കുകാരാകുവാൻ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ. രക്തസാക്ഷികളെന്ന് നാം അവരെ വിളിക്കുക. രക്തം കൊടുത്ത് സാക്ഷികളായിത്തീർന്നു. ആ വലിയ സാക്ഷ്യമാണ് നാം അനുസ്മരിക്കുന്നത്. ഈ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ രക്തസാക്ഷികളുടെ ജീവിതം നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് തീരുമ്പോൾ ഒരുപക്ഷെ രക്തം ചിന്താതെ സാക്ഷികളായി തീരുക, അത് മറ്റൊരർത്ഥത്തിൽ രക്തസാക്ഷിത്വം തന്നെയാണ്. അങ്ങനെ രക്തസാക്ഷികളായി തീർന്ന വലിയ വിശുദ്ധരെ സഭയിൽ നാം കണ്ടുമുട്ടുകയാണ്, അവരെക്കുറിച്ച് പഠിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യയിൽ സെലൂഷ്യസ് ടെസിഫോൺ എന്ന രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ ശിമയോൻ ബാർസബെ. മാർ ശിമയോൻ ബാർസാബെ പേർഷ്യയിലെ സെലൂഷ്യസ് ടെസിഫയിലെ മെത്രാനായിരുന്നു ശിമയോൻ ബാൾസാബെ. ക്രിസ്തു വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ വചനത്തിൻ്റെ സംരക്ഷണ കവചം തീർത്ത ധീര പോരാളിയാണ് വിശുദ്ധ ശിമയോൻ. AD 341 സപ്പോൾ രണ്ടാമൻ്റെ ഭരണകാലത്താണ് വിശുദ്ധൻ അതിക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നതും രക്തസാക്ഷിത്വത്തിന് വിധേയനാകുന്നതും. സ്വരാഷ്ട്രീയനസവും മറ്റു പ്രാകൃത മതാചാരങ്ങളാലും മലീനസമാക്കപ്പെട്ട പേർഷ്യൻ സമൂഹത്തിൽ വിശുദ്ധൻ തൻ്റെ പരിശുദ്ധിയുടെ മതം കെട്ടിപ്പൊക്കി.
സമൂഹം ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരാവുന്നത് കണ്ട മതപുരോഹിതരും അധികാരികളും വിറളി പൂണ്ട് നസ്രായർക്കെതിരെ തിരിഞ്ഞു. വിശ്വാസ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വിശുദ്ധൻ രാജകോപത്തിന് പാത്രമായി. മൃഗീയ പീഡനങ്ങൾ കടിപതറാതെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ശിമയോൻ മിശിഹായർക്ക് സ്വർഗീയ കവാടത്തിൻ്റെ വഴികാട്ടിയായി. വിശുദ്ധ ശിമയോൻ ബാർസബെ വലിയ ജ്ഞാനിയായിരുന്നു. അദ്ദേഹം സെലൂഷ്യസ് ടെസിഫോൺ, ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗം, അപ്പോൾ അവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഭാഗമെല്ലാം ഉണ്ടായിരുന്നത്. റോമൻ സാമ്രാജ്യം വളരെ ശക്തി പ്രാപിച്ച് കടന്നു വന്നു. 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരത്തിലൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്വാതന്ത്ര്യം നൽകി. അതുവരെ നിരവധി ചക്രവർത്തിമാർ റോമൻ സാമ്രാജ്യത്തിൽ സഭയെ പീഡിപ്പിച്ചു എന്ന് നാം പഠിച്ചല്ലോ. ആ കാലഘട്ടത്തിൽ റോമൻ അതിൻ്റെ പ്രവിശ്യകളിൽ അതിൻ്റെ കീഴിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടെത്തിയത് ഈ പേർഷ്യയിലായിരുന്നു. എന്നാൽ 313 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന ഷപ്പൂർ രണ്ടാമൻ, അദ്ദേഹം AD 310 മുതൽ 370 വരെയാണ് പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചത്. ഇവിടെ ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായി. റോമിൽ നിന്ന് ഓടി ഇവിടെ എത്തിക്കഴിഞ്ഞ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഇവിടെ എത്തിയ ഈ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ഒരുപക്ഷെ ഒറ്റുകൊടുക്കുമോ? അങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിലുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും അങ്ങനെയുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞപ്പോൾ അവരിൽ കൂടുതൽ നികുതി ചുമത്തുകയാണ്, കരം പിരിക്കുകയാണ് അവരിൽ നിന്ന്. അത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തൻ്റെ ഈ ഷപ്പൂർ രണ്ടാമൻ ചക്രവർത്തി ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ യുദ്ധത്തിൻ്റെ പേരിൽ, അതായത് റോമൻ സാമ്രാജ്യമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ വേദന അനുഭവിക്കുമ്പോൾ ഇവിടെ സന്തോഷിക്കുന്നൊരു വിഭാഗമുണ്ട്, ക്രിസ്ത്യാനികൾ. അവരെ ഞാൻ സന്തോഷിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം ഈ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ സെലൂഷ്യസ് ടെസിഫോണിൻ്റെ മെത്രാനായിരുന്ന വിശുദ്ധ സിമയോൻ ബാർസബയെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് ആളയച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ സൂര്യദേവനെ ആരാധിക്കണം, അഗ്നിയെ ആരാധിക്കണം, അതോടൊപ്പം തന്നെ ഇരട്ടി നികുതി കൊടുത്ത് അത് പിരിച്ചു തരണം ഈ ആളുകളിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഈ മെത്രാൻ സിമയോൻ അദ്ദേഹം മറുപടി കൊടുത്തു രാജാവിന്: ഞങ്ങൾ എന്നും അങ്ങയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ അങ്ങയെ വെറുക്കുവാൻ സാധിക്കും? അങ്ങയെ ഒറ്റുകൊടുക്കാൻ സാധിക്കും, രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ സാധിക്കും. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയുടെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങൾ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും, എന്നാൽ അഗ്നിയെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല. അഗ്നി കൂടുതൽ ആളി കത്തണമെങ്കിൽ വിറകുകൾ കൊടുക്കണം. അപ്പോൾ അഗ്നി വെറും നശ്വരങ്ങളല്ലേ, അനശ്വരമല്ലല്ലോ. അതിന് ഇത്രയല്ലേ ശക്തിയുള്ളൂ. നല്ല പിന്തുണ നൽകുന്നില്ലെങ്കിൽ അഗ്നി അപ്പോഴേ കെട്ടുപോവുകയില്ലേ? പിന്നെ എങ്ങനെ അതിനെ ദൈവമായിട്ട് ആരാധിക്കാൻ സാധിക്കും? അപ്പോൾ അഗ്നിയെ ആരാധിക്കുകയില്ല, സൂര്യനെ ആരാധിക്കുകയില്ല. ഞങ്ങൾക്ക് ഒറ്റ ആരാധനയുള്ളൂ, ദൈവം. ഞങ്ങളുടെ നികുതി കൂടുതൽ പിരിക്കുവാൻ പറഞ്ഞാൽ അങ്ങ് സാധിക്കും. ഈ സാമ്രാജ്യം മുഴുവൻ അങ്ങയുടേതാണ്, വിശാലമായ സാമ്രാജ്യം അങ്ങയുടേതാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സമൂഹത്തെ അങ്ങ് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? ഞങ്ങളുടെ ആളുകൾ മറ്റുള്ള ആളുകളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ പാവപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ഇരട്ടി നികുതി അവരെ ബുദ്ധിമുട്ടിക്കുക എനിക്കൊരിക്കലും സാധിക്കുകയില്ല. എൻ്റെ അജഗണത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. ഈ കാര്യം രാജാവിനെ അറിയിച്ചു. അപ്പോൾ രാജാവ് ചക്രവർത്തി കോപാക്രാന്തനായിട്ട് പറഞ്ഞു: നിന്നെ ഞാൻ തകർത്ത് കളയും. എനിക്ക് നിന്നെ തകർക്കുവാനുള്ള എല്ലാ അധികാരങ്ങളുണ്ട് എന്ന് അദ്ദേഹം ചക്രവർത്തി അറിയിക്കുകയാണ്. ചക്രവർത്തിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചക്രവർത്തി പറഞ്ഞു: നിന്നെ വധിക്കും, നിൻ്റെ പള്ളികൾ തകർക്കും, നിൻ്റെ അൾത്താരകൾ ഞാൻ മലിനമാക്കും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് മെത്രാൻ ശിമയോൻ പറഞ്ഞു: അങ്ങേക്ക് ഞങ്ങളെ ഏതു വിധത്തിലും പീഡിപ്പിക്കുവാൻ സാധിക്കും, എന്നാൽ ഞങ്ങളുടെ രാജ്യം ഐഹികമല്ല എന്ന് പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ഞങ്ങൾക്കുണ്ട്.
തൻ്റെ മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഞങ്ങളുടെയും രാജ്യം ഐഹികമല്ല. ഈ സെലൂഷ്യ സ്റ്റെസിഫോൺ എന്നുള്ള ഈ ഈ ഈ നഗരമെല്ലാം ഞങ്ങൾക്ക് നശ്വരങ്ങളാണ്. അനശ്വരമായ സ്വർഗീയ ജെറൂസലേം ഞങ്ങൾക്ക് ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ നിധിയുള്ളത്. ഞങ്ങൾ ആ നിധിയെല്ലാം സംഭരിച്ച് അവിടെയാണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഇവിടുത്തെ സന്തോഷം അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിനുശേഷം ജനങ്ങളോട് ഇപ്രകാരം മെത്രാൻ പഠിപ്പിച്ചു, മരണം തൊട്ടടുത്തുണ്ട്. ഒരുപക്ഷെ ഞാൻ അധിക ദിവസങ്ങൾ ഇനി നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഈ രാജ്യം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. നിത്യതയാകുന്ന ഒരു രാജ്യം നമുക്കുണ്ട്. അതിലേക്ക് ഒരുങ്ങുവാൻ നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ മാണിക്യം നമുക്കുണ്ട്. ആ മാണിക്യം നമുക്ക് സ്വന്തമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അമൂല്യമായ രത്നം, അത് ഈശോ പഠിപ്പിച്ചല്ലോ. ഒരു രത്നവ്യാപാരി ഏറ്റവും അമൂല്യമായ രത്നം, വിലപിടിപ്പുള്ള രത്നം കണ്ടപ്പോൾ ബാക്കിയെല്ലാം വിറ്റിട്ട് ആ രത്നം വാങ്ങിയെന്ന്. ഈ ഒരു സംഭവത്തെ എടുത്തിട്ട് വിശുദ്ധ ശെമിയോൻ മെത്രാൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് അമൂല്യമായ രത്നമുണ്ട്, അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വിറ്റിട്ട് അത് സ്വന്തമാക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ആ ആലയങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. അപ്പോൾ നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ആലയമല്ല നമ്മൾ തീർക്കുന്നത്, ഒരു സ്വർഗീയ ആലയമാണ്. അപ്പോൾ അപ്പസ്തോലൻ്റെ ശക്തമായ പഠനങ്ങൾ, ഒരു ദൈവാലയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ജനങ്ങളെ വിശുദ്ധ ശെമിയോൻ പഠിപ്പിക്കുകയാണ്, മെത്രാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഭൗതികമായ സമ്പത്തിനോ സുഖസൗകര്യങ്ങൾക്കോ നിങ്ങൾ കീഴടങ്ങരുത്. ചക്രവർത്തി എങ്ങനെ പഠിപ്പിച്ചാലും നിങ്ങൾ കീഴടങ്ങരുത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. അങ്ങനെ ആ അവസരത്തിൽ രാജസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ മെത്രാൻ സൈമൺ ബാർസബയും അദ്ദേഹത്തെ സഹായിച്ച മറ്റു മെത്രാന്മാരും ആ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് ഒരാളെ കണ്ടുമുട്ടി മെത്രാൻ സൈമൺ. അത് അവിടുത്തെ കാര്യവിചാരിപ്പുകാരൻ, പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ മെത്രാൻ ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. മെത്രാൻ ഒരുപക്ഷെ എൻ്റെ പീഡനത്തിനും ഇടയാകുമെന്ന് കരുതിയിട്ട് ആ കാര്യവിചാരിപ്പുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗുഹഷ്ടദാസ്, അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ സൂര്യദേവനെ ആരാധിക്കും, ഞാൻ അങ്ങനെ ഇവിടെ ഈ രാജ്യത്ത് തന്നെ പിടിച്ച് എൻ്റെ ജീവിതത്തിലൂടെ സന്തോഷത്തിലൂടെ ഞാൻ നീങ്ങും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്ന ആളുകൾ ഗുഹഷ്ടദാസിനോട് പറഞ്ഞു, നീ നിൻ്റെ വിശ്വാസം, അതായത് സൂര്യദേവനെ ആരാധിക്കുക. അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ച് ആരാധിച്ചു. ക്രിസ്ത്യാനിയായ ഗുഹഷ്ടദാസ് സൂര്യദേവനെ ആരാധിച്ചു എന്ന് കേട്ടപ്പോൾ ഉടൻ തന്നെ മെത്രാൻ ശെമിയോൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ മറ്റൊരു യൂദാസ് കൂടി. ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ, ആട്ടിൻ തോലിട്ട ചെന്നായി. അവൻ വലിയ തൻ്റെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെ തൊട്ടവസരത്തിൽ രാജാവ് മെത്രാനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും വീണ്ടും വിചാരം ഗുഹഷ്ടദാസിനുണ്ടായി. മെത്രാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നവരും അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ജയിലറയിൽ വെച്ച് ഗുഹഷ്ടദാസ് മെത്രാനെ കാണുമ്പോൾ മെത്രാൻ പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ നമ്മുടെ ഗുരുനാഥനെ ഒറ്റുകൊടുത്തവനാണ്. ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യേശുവിനെ നീ ഇല്ലാതാക്കി കൊടുത്ത യൂദാസിന് തുല്യമാണ്. അമൂല്യമായ രത്നം കണ്ടപ്പോൾ അത് സ്വന്തമാക്കിയ ആ വ്യാപാരിയെപ്പോലെ പ്രിയ ഗുഹഷ്ടദാസ്, നീ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നീ ആ രത്നം സ്വന്തമാക്കുക. നിനക്കായിട്ടൊരു നിഗൂഢ മന്ന ഒരുക്കിയിട്ടില്ലേ നമ്മുടെ ഗുരുനാഥൻ, നീ നിൻ്റെ പേരതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നീ അത് ഏറ്റുവാങ്ങുക. ഈ വാക്കുകൾ
മെത്രാൻ്റെ ഈ വാക്കുകൾ ഗോഷ്ഠദാസിൽ ഒരു മാറ്റം വരുത്തി. എനിക്ക് കിട്ടിയ ഒരു അമൂല്യ അവസരമല്ലേ ഇതൊരു, ഒരു മാണിക്യക്കല്ലാണ് രക്തസാക്ഷിത്വം. അത് ഞാൻ എന്തിന് വെറുതെ കളയണം? അല്ലെങ്കിൽ ചരിത്രം വിധി എഴുതും ഞാൻ ഒറ്റുകാരനായി എന്ന്, ഞാൻ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എൻ്റെ രാജാവിനെ ഉപേക്ഷിച്ചുവെന്ന്. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറി ചാക്ക് വസ്ത്രമെടുത്തു ഉപവാസത്തിൽ ആയിരുന്നിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു രാജസന്നിധിയിൽ, ഇതാ യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പസ്തോലൻ്റെ ആ വലിയ ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട് പറയുക, ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ ഒരു വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും സൈന്യം പട്ടാളക്കാർ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പേർഷ്യൻ രാജാവായിരുന്ന സപ്പോൾ ശിമയോനെ അറസ്റ്റ് ചെയ്ത് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് തടവറയിലടച്ചു. തുടർന്ന് ശിമയോനെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും രാജാവും വിശുദ്ധനും തമ്മിലുള്ള സംവാദങ്ങൾക്ക് രാജസന്നിധി വേദിയാകുകയും ചെയ്തു. പ്രലോഭനങ്ങളും പീഡനമുറകളും വഴി ശിമയോനെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. ആ വേളയിൽ കൊട്ടാരത്തിൽ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ക്രിസ്തുമത വിശ്വാസിയായിരുന്ന ഗുഹഷ്ടാസാദ് എന്ന വ്യക്തിയെ രാജാവ് ബന്ധിയാക്കി. പക്ഷേ രാജാവിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് മിശിഹായെ നിഷേധിക്കുകയും സൂര്യാരാധന നടത്തുകയും ചെയ്തു. തുടർന്ന് ശിമയോനെ കാണാനിടവന്ന അദ്ദേഹത്തിന് പാപഭാരം കൊണ്ട് ശബ്ദമിടറി. ശിമയോനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സമയമായിരുന്നു അത്. ശിമയോന്റെ അഭിവാദനത്തിനായി കാത്തുനിന്നപ്പോൾ ശിമയോൻ മുഖം തിരിച്ച് കളയുകയും ശകാരിക്കുകയും ചെയ്തു. മനസ്താപം വേട്ടയാടിയ ഗുഹഷ്ടാസാദ് രാജാവിൻ്റെ മുൻപിലെത്തുകയും മിശിഹായെ അല്ലാതെ ഞാൻ സൂര്യനെയോ അഗ്നിയെയോ ആരാധിക്കില്ലെന്നും ഏകദൈവവുമായ മിശിഹായാണ് തൻ്റെ സ്വർഗത്തിൻ്റെ രാജാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കോപാകുലനായ രാജാവ് അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്യാൻ ആരാചാരന്മാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ വലിയ മാതൃകയായ മെത്രാൻ സൈമൺ ബാർസബായെ ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, ശക്തി നൽകണമേ, മരണത്തെ സ്വന്തമാക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന്. അദ്ദേഹത്തെ ഗോഷ്ഠദാസിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ തടവറയിലായിരുന്ന മെത്രാൻ സൈമണും കൂടെ ഉണ്ടായിരുന്നവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അവന് വിജയം വരിക്കുന്നവർക്കുള്ള വെള്ള വസ്ത്രം, അവന് വിജയം വരിക്കുന്നവർക്കുള്ള കിരീടം, അവന് വിജയം വരിക്കുന്നവർക്ക് നൽകുന്ന സംഗീതോപകരണങ്ങൾ എല്ലാം നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ സ്വർഗത്തിൽ സ്വർഗീയ ജെറുസലേമിലെ ഒരു സ്തംഭമായിട്ട് മാറുകയാണ്. അവനെ കർത്താവ് തൻ്റെ വലതുവശത്ത് ഇരുത്തുകയാണ് ചെയ്തിട്ടുണ്ടാകുക. അവനോടൊപ്പം പാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവ്. അവൻ മണവാളൻ്റെ സ്വരം ശ്രവിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിച്ചു. അവർക്ക് വലിയ നഷ്ടമാണുണ്ടായിരുന്നത്. എന്നാൽ പിശാചേ എന്ന് വിളിച്ചതുകൊണ്ട് അവന് മാനസാന്തരമുണ്ടാകുകയും അവൻ തിരികെ ഗോഷ്ഠദാസ് തിരികെ വിശ്വാസത്തിലേക്ക് വരികയും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങൾ കടുത്ത പീഡനത്തിൻ്റേതായിരുന്നു നമ്മുടെ മെത്രാൻ്റേത്. കടുത്ത പീഡനത്തിന് ഇരയായി കൂടെ ഉണ്ടായിരുന്നവരെ ഓരോരുത്തരെയായിട്ട് വധിച്ചു. രാജാവ് അവസാന നിമിഷവും മെത്രാൻ ശിമയോനോട് പറഞ്ഞു, നീ അഗ്നിയെ ആരാധിക്കുക, അഗ്നി കെട്ടുപോകുമെന്നല്ലേ നീ പറഞ്ഞത്, എന്നാൽ നീ ഓർത്തുകൊള്ളുക, നിന്റെ ഗുരു കുരിശിൽ മരിച്ചില്ലേ, ദൈവം മരിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരു മരിച്ചില്ല, 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴിവൻ സജീവ ദൈവമായിട്ട് ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുകയാണ്, അവനൊരിക്കലും കെട്ടുപോകാൻ സാധിക്കുകയില്ല. വളരെ ശക്തമായിട്ടുള്ള മരണമേ നിൻ്റെ വിജയം എവിടെ എന്ന അപ്പസ്തോലൻ്റെ പാഠങ്ങൾ വളരെ ഭംഗിയായിട്ട് രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. എൻ്റെ ഗുരു ഒരിക്കലും മരിച്ചില്ല, കുരിശിൽ മരിച്ചില്ല, കുരിശ് അവൻ ഉദ്ധാനത്തിനുള്ള ഒരു മാർഗം മാത്രമായിരുന്നുള്ള ഭംഗിയായ ദൈവശാസ്ത്രം പൂർണ്ണമായിട്ട് വിവരിച്ചു കൊടുത്തുകൊണ്ട് ധീരതയോടുകൂടി അവിടുത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ രാജാവ് മെത്രാൻ സൈമൺ ബാർസബായെയും വധിക്കുവാൻ ആജ്ഞ കൊടുത്തു.
എല്ലാവരും കാണുകെ നോക്കി നിൽക്കെ അദ്ദേഹവും വധിക്കപ്പെട്ടു. മാർ ശിമയോനെയും സഹപ്രവർത്തകരെയും ശിരച്ഛേദം ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ആ ദിവസത്തിൻ്റെ 6-ാം മണിക്കൂറിൽ വിശുദ്ധ സാക്ഷികൾ കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. എല്ലാവരെയും പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. എല്ലാവരും ഭീതിയിൽ നിന്ന് മുക്തരായി സന്തോഷിച്ചും ചിരിച്ചും സ്തുതികൾ ആലപിച്ചുമാണ് മുന്നോട്ട് നീങ്ങിയത്. അനേകം വചനങ്ങളാലും വിശുദ്ധ പൗലോസ്ലീഹായുടെ മാതൃക വിവരിച്ചുകൊണ്ടും ശിമയോൻ സഹചാരികളെ ഉത്സാഹപൂരിതരാക്കി. അപ്പോൾ 10 ആരാച്ചാരന്മാർ മുന്നോട്ട് വന്നു. 10 പേരെ വീതം വെച്ച് വധിച്ചു തള്ളി. 100 പേരുടെ വധം പൂർത്തിയാക്കി. ഒടുവിൽ ശിമയോനും 2 വൈദികരും മാത്രം ശേഷിച്ചു. ശിമയോൻ ഈശോയോട് പ്രാർത്ഥിച്ചു, നിന്റെ ജനത്തിൻ്റെയും ഞങ്ങളുടെയും ശരീരങ്ങളുടെ കൊലയാളികളുടെ മേൽ ഈ കുറ്റം ചുമത്തരുതേ, മറിച്ച് നിന്റെ ദൈവത്വത്തെ അംഗീകരിച്ച് മഹത്വപ്പെടുത്തുവാൻ അവർക്ക് മാനസാന്തരത്തിൻ്റെ വരം നൽകണമേ. 9-ാം മണിക്കൂറായപ്പോൾ മാർ ശിമയോനും വധിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ രാത്രിയിൽ രഹസ്യമായിട്ട് ഈ പൂജ്യ അവശിഷ്ടം മൃതശരീരം സംസ്കരിച്ചു. എത്രയോ ധീരമായിട്ടുള്ളൊരു ജീവിതമാണ് വിശുദ്ധ ശിമയോൻ്റേത് എന്ന് നമുക്കറിയാം. സ്ഥാനമാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ആ ചക്രവർത്തിയോടൊന്ന് ചേർന്ന് നിന്നിരുന്നെങ്കിൽ, സ്വല്പം വിശ്വാസത്തിൽ സ്വല്പം വെള്ളം ചേർക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ ജീവൻ നിലനിർത്താമായിരുന്നു. പക്ഷെ ഇത് രക്തസാക്ഷിത്വമല്ല. സത്യവും നീതിയും ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെയും രക്തസാക്ഷിത്വം. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ അണലി സന്തതികളെ എന്ന് തിന്മ ചെയ്യുന്നവരെ വിളിച്ചില്ലേ? അതിൻ്റെ മുമ്പിൽ ഒരു ഹെറോദോസിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത, തിന്മയ്ക്ക് കീഴടങ്ങാത്ത വലിയ രക്തസാക്ഷിത്വം. അതാണ് വിശുദ്ധ സൈമണിൽ ഈ രക്തസാക്ഷിത്വം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിലും നിരീശ്വര പ്രസ്ഥാനങ്ങൾ, ഒരു സത്യദൈവത്തെ അംഗീകരിക്കാത്തവർ, വർഗീയ ശക്തികൾ, അവരോടൊപ്പം കൂട്ടുചേടാൻ ഒരു കൈക്കൂലി കൊടുത്തുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ മുതലെടുക്കാൻ ഏതെല്ലാം അവസരങ്ങൾ നമുക്ക് കടന്നു വരും. ഒരു രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ യേശുവിനെ ഒറ്റുകൊടുത്തുകൊണ്ട് നമുക്കൊരു ജീവിതം, ഒരു വിശ്വാസ ജീവിതം ഉണ്ടാകാൻ പാടില്ല. പകരം ഈ വിശുദ്ധനായ വലിയ രക്തസാക്ഷി വിശുദ്ധ സൈമൺ ബാർസബെ നമുക്ക് വലിയ മാതൃകയാണ് നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് രക്തസാക്ഷിത്വം എത്രയാണ് നമുക്ക് നൽകുന്നത്. നമ്മെ ഭയപ്പെടുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരും, നാം ഭയപ്പെടാൻ പാടില്ല. ധീരതയോടുകൂടി ചെറുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ധൈര്യം അത് നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. അത് ഒരു അധികാരിയുടെ മുമ്പിലും നാം നമ്മുടെ വിശ്വാസം അടിയറവ് വെക്കാൻ പാടില്ല, പണയം വെക്കാൻ പാടില്ല. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ അതിന് പരിശ്രമിച്ചാൽ വൻ പരാജയമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നാം നമ്മുടെ വിശ്വാസം പണയം വെക്കുന്നുണ്ടോ? നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കുമായിട്ട് നമ്മുടെ ഈശോയെ നാം ഒറ്റ കൊടുക്കുന്നുണ്ടോ? കൊച്ചു നുണകൾ പറഞ്ഞ്, അസത്യത്തിന് കൂട്ടുനിന്ന്, ലൗകികമായ സന്തോഷങ്ങൾക്ക് കൂട്ടുനിന്ന് യേശുവിനെ ഞാൻ തള്ളിപ്പറയുന്നുണ്ടോ? നമുക്ക് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും മാനസാന്തരപ്പെട്ട വലിയ രക്തസാക്ഷിയായ ഗുഷ്ടദാസിനെ പോലെ നമുക്കും ഏറ്റുപറയാം, യേശുവാണ് എൻ്റെ ഏക രക്ഷകൻ, അവിടുന്നാണ് എൻ്റെ ആശ്രയം, അവിടുന്നാണ് എൻ്റെ ബലം, അവിടുന്ന് എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് രക്തസാക്ഷികളുടെ ചുടുതിണം നമ്മുടെ അനുദിന ജീവിതത്തിൽ ധൈര്യം നൽകട്ടെ, കരുത്ത് നൽകട്ടെ. നമുക്കും അവിടത്തേക്ക് വേണ്ടി പോരാടാം, നമുക്കും അവിടത്തേക്ക് വേണ്ടി പോരാടി മരിക്കാം. കർത്താവ് നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മ വളരെ വലിയ ശക്തിയായിരുന്നു മെത്രാൻ സൈമണ് ശിമയോൻ ബാർസബായ്ക്ക്. പരിശുദ്ധ അമ്മ നമ്മെയും സഹായിക്കട്ടെ അനുദിന ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഓരോ ദിവസവും സത്യത്തിനും നീതിക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ രക്തസാക്ഷികളായി തീരേണ്ടി വരുന്നുണ്ട്.
ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുന്നു പോകുന്നു, ഞങ്ങളും കാരാഗ്രഹത്തിലാകുന്നുണ്ട്. എങ്കിലും ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ ശിമയോനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. വിശുദ്ധ ശിമയോൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ. ഒരിക്കലും അന്ധകാര ശക്തികൾക്ക് കീഴടങ്ങാതെ ധീരതയോടെ പോരാടാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഈ എപ്പിസോഡിൽ എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ധാരാളമായിട്ടുണ്ടാകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ കരുത്ത് ധീരതയോടുകൂടി തിന്മകൾക്കെതിരെ പോരാടാനുള്ള ശക്തിയായി, ആയുധമായി നിങ്ങൾക്ക് ഭവിക്കട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.